പ്രിയരെ നമസ്കാരം. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. നാം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. പക്ഷേ ഇത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. എല്ലാ വൈരാഗ്യങ്ങളും വർഗീയ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട്, മതാന്ധത മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയെ, നാം ഇതുവരെ ജനിച്ച് ജീവിച്ച് സുഖിച്ചു വന്നിട്ടുള്ള ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കാത്തു നിർത്തുന്ന ഇന്ത്യ മുന്നണിയുടെ ആളുകളെ, സാരഥികളെ തിരഞ്ഞെടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈടിയുടെ മുന്നിലോ അതല്ലെങ്കിൽ പണത്തിന് മുന്നിൽ പകച്ചു പോയിട്ട് കൂറുമാറുന്ന സ്ഥാനാർത്ഥികളെ വേണ്ട. നമുക്ക് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് വേണ്ടത്. അത് ഇടതുപക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ കാണുന്നത് ഒരു പരസ്യമാണ്. ശാന്തിയും സുരക്ഷയും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജിയുടെ ഗ്യാരണ്ടി തന്നിട്ടുള്ളത്. പലതരത്തിലുള്ള ഗ്യാരണ്ടികളുണ്ട്. 2014 ഗ്യാരണ്ടി തന്നുകൊണ്ട് ഇന്ത്യയെ വിഭജനത്തിൻ്റെ വക്കിൽ എന്ന് വെച്ചാൽ വർഗീയ വിഭജനം മാത്രമാണ് ലക്ഷ്യമിട്ടുള്ളത്. ഇത് ആർക്കൊക്കെയാണ് ശാന്തിയും സുരക്ഷയും കൊടുക്കുന്നത് എന്ന് ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള നമുക്ക് കെട്ടിയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമുക്ക് നോക്കാം. അത് അറ്റാച്ച് ചെയ്ത വീഡിയോ ആണ് ഞാനിതിലൂടെ അവതരിപ്പിക്കുന്നത്. ശാന്തിയും സുരക്ഷയും ആർക്ക് എന്ന് നമുക്ക് നോക്കാം. മണിപ്പൂർ വിഷയത്തിൽ സംഘർഷം രമ്യമായി പരിഹരിക്കുന്നതിൽ ഗുരുതര അലംഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂരിൽ സംഭവിച്ചത് പുറം ലോകം അറിഞ്ഞതിലും ഭയാനകമായ കലാപം തന്നെയാണെന്ന് നേരിട്ട് സന്ദർശനം നടത്തിയ വൈദികരും രാഷ്ട്രീയ നേതാക്കളും തുറന്നു പറഞ്ഞു. കേട്ടറിഞ്ഞതിനേക്കാളും ഇരട്ടിയാണ് മണിപ്പൂർ ജനത അനുഭവിക്കുന്ന ദുരിതം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പറയാനുള്ളതും കഥന കഥകളാണ്. മക്കൾ കൺമുൻപിൽ കൊല്ലപ്പെട്ട അമ്മമാർ, മക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടവർ, രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, വീടു നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ നിരവധി പേരാണ് ദുരിതഭൂമിയിൽ കണ്ണീരുമായി നിൽക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാകും ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യം വെച്ച കലാപമായി മണിപ്പൂർ കലാപം മാറിയത്? 250ഓളം ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതും ക്രിസ്ത്യാനികളെ മാത്രം തിരഞ്ഞെടുത്ത് കൊല്ലുന്നതും ആർക്കുവേണ്ടി? 40ലേറെ ദിനങ്ങൾ പിന്നിട്ടിട്ടും കലാപം അവസാനിപ്പിക്കാനോ നിയന്ത്രിക്കാനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് മണിപ്പൂരിൽ കഴിയുന്ന റിട്ടയേർഡ് ലഫ്റ്റനന്റ് ട്വിറ്ററിലൂടെ ഗുരുതര അവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ വിശ്രമജീവിതം നയിക്കുന്ന സാധാരണ ഇന്ത്യക്കാരനാണെന്നും സംസ്ഥാനം ഇപ്പോൾ ഭരണമില്ലാത്ത അവസ്ഥയിലാണെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ലിബിയ, ലെബനൻ, നൈജീരിയ, സിറിയ എന്നീ രാജ്യങ്ങളെപ്പോലെ എപ്പോഴും ആരുടെയും ജീവനും സ്വത്തും തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ റിട്ടയേർഡ് എൻ നിഷികാന്ത സിംഗ് ട്വീറ്റ് ചെയ്തത്. മുൻ സൈനിക മേധാവി ജനറൽ VP മാലിക് നിഷികാന്ത സിംഗിന്റെ ട്വീറ്റ് പങ്കുവച്ചാണ് രാജ്യശ്രദ്ധ മണിപ്പൂരിൽ അനിവാര്യമാണെന്ന് ആവശ്യപ്പെടുന്നത്. മണിപ്പൂരിലെ റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ സങ്കടകരമായ കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നതെന്നും नादान को इस बात का बिल्कुल नहीं पता, वतुइज़्ज़ु मन तशा वतुज़िल्लु मन तशा। दुकानदार साथी है वो ध्यान दे करके सुन ले। अगर उनकी दुकान में कोई भी बाहरी मुसलमान काम करता है तुरंत उनको अपने दुकानों से निकाल दे। सिर्फ 2 दिन का समय। अगर उसके बाद किसी दुकानदार ने किसी मुसलमान को अपनी दुकान पे रखा, उसके दुकान के बाहर उसके बहिष्कार का पोस्टर हम लगाने का काम करेंगे और उसको कौम का गद्दार घोषित करेंगे। ये बात आप सोच लेना। जितने भी दुकानदार साथी हैं अपने दुकानों से मुसलमान कर्मचारियों को निकाल दें। अगर उन्होंने नहीं निकाला तो उनको कौम का गद्दार घोषित करके उनके दुकानों के बाहर पोस्टर लगाने का काम हम करेंगे। जय श्री राम, जय श्री राम, जय श्री राम, जय। मुकेश चांदर, आप अपने नाम लेंगे सभी। आज यह संकल्प लेता हूँ या लेती हूँ कि पूर्ण रूप से गैर हिंदू, चाहे वो मुस्लिम हो या ईसाई हो,
किसी भी प्रकार का व्यापारिक लेन देन नहीं करेंगे, चाहे वो दूध, फल, गत्ता, कबाड़, किराना, किसी भी प्रकार का सामान हो। मुस्लिमों से क्रय नहीं करूंगा। मैं यह प्रतिज्ञा लेता हूं कि उनका पूर्ण रूप से आर्थिक बहिष्कार करूंगा। प्रभु श्री राम से प्रार्थना करते हैं कि हमारे इस संकल्प को पूरा करने की उपयुक्त शक्ति दें और मनोवृत्ति प्रदान करें। भैया 71 साल पुराना है, तुम्हें पता मेन बाजार में होगा तो वही होगा। आज की होली का नाम लेगी। ഒരു കണക്ക് പറയാം. 2014 മുതൽ 2023 വരെയുള്ള 9 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 1 ലക്ഷത്തിന് മീതെയാണ്. അത് ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസിയുടെ കണക്കല്ല, NCRBയുടെ കണക്കാണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ആ കണക്ക് പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ ഒരു ദിവസം ശരാശരി 30ഓളം കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ 2014 നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കാൻ കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് NDAയുടെയും BJPയുടെയും പ്രകടന പത്രിക പറഞ്ഞത് കർഷകർക്ക് അവരുടെ വിളയ്ക്ക് മിനിമം താങ്ങുവില നൽകും എന്നാണ്. അതുപോലെ തന്നെ കടങ്ങൾ എഴുതി തള്ളും എന്നാണ്. പിന്നീട് ഈ രണ്ട് കാര്യവും അസാധ്യമാണ് എന്ന് ലോക്സഭയിൽ പ്രസംഗിച്ചത് അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പൊ അതൊരു വലിയ വഞ്ചനയായിരുന്നു. ആ വഞ്ചനയ്ക്കെതിരായിട്ടൊരു അമർഷം കാർഷിക മേഖലയിലുണ്ട്, കർഷകർക്കിടയിലുണ്ട്. 2020-21 സാക്ഷ്യം വഹിച്ചത് ഒരർത്ഥത്തിൽ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ മരിച്ചത് എത്ര പേരാണ്? 600 പേരാണ്. 333 ദിവസം നീണ്ടുനിന്ന സമരം, 600 പേര് മരിച്ചു. അതിൽ തന്നെ ലഖീംപൂർ കേരിയിലെ സംഭവം എന്താ? ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ വണ്ടിയോടിച്ച് കയറ്റിയാണ് ആളുകളെ കൊന്നത്. അയാളിപ്പോ എവിടെയാണുള്ളത്? അയാൾ സുഖമായിട്ട് ബെയിലിൽ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കർഷക സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ അവർ പലരും ജയിലിലാണ്. ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഒരു നഷ്ടപരിഹാരവും ഇവർക്കാർക്കും നൽകിയിട്ടില്ല. ഈ 600 മരണങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അടിസ്ഥാനപരമായി ഈ കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ജെന്യൂനാണ്. ഇന്നലെ വെള്ളിയാഴ്ച അപകടം നടന്നതിനടുത്തായി ഒരു മസ്ജിദുമുണ്ട്. ജിഹാദ് നടത്താൻ വേണ്ടിയാണ് ഹൈവേകൾക്കും റെയിൽവേ ട്രാക്കുകൾക്കും അരികിലായി മുസ്ലിം കോളനികളും മസ്ജിദുകളും നിർമ്മിക്കുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? നല്ല ഒരു ഗൂഢാലോചന തിയറി. സംഘപരിവാറുകാരുടെ വ്യാപകമായി ട്വിറ്ററിൽ പ്രചരിപ്പിക്കുന്ന ട്വീറ്റാണിത്. നിരവധി പേർ മരിക്കാനിടയാക്കിയ ഒഡീഷയിലെ ബലേസോർ ട്രെയിൻ ദുരന്തത്തെക്കുറിച്ചാണ് ട്വിറ്ററിൽ ഈ വർഗീയ വിദ്വേഷ പ്രചാരണം നടക്കുന്നത്. എന്നാൽ എന്താണ് സത്യമെന്ന് ആൾട്ട് ന്യൂസ് അടക്കമുള്ള ഒരുപാട് പേർ ഇത് ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ദുരന്തം നടന്ന സൈറ്റിന്റെ ഏരിയൽ
വ്യൂവിൽ ഒരു വെള്ള നിറമുള്ള കെട്ടിടം കാണാം. എന്നാൽ അത് മുസ്ലിം പള്ളിയല്ല, മറിച്ച് ബഹാനഗയിലെ ഇസ്കോൺ ക്ഷേത്രമാണ്. എന്തുമാത്രം വലിയ നുണപ്രചാരണമാണ് ഇതിന്റെ പേരിൽ നടക്കുന്നതെന്നറിയാമോ? പരമ്പരാഗത രീതിയിലുള്ള ഷിക്കാരയിലുള്ള ക്ഷേത്ര നിർമ്മിതിയാണിത്. ഗൂഗിൾ മാപ്പിലും ഈ ക്ഷേത്രം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. എന്ത് അവസ്ഥയാണ് ഈ നാട്ടിലെന്ന് നോക്കൂ. ഒരു ദുരന്തം നടന്നാൽ പോലും അതിൽ വർഗീയ വിഷം തളിക്കുന്ന വൃത്തികെട്ട ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇതാണ് സംഘപരിവാർ എന്ന് പറഞ്ഞ് ഈ വാചകം അവസാനിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ 10ാം വർഷത്തിലേക്ക്. സംഘപരിവാർ അനുകൂലികളുടെ വാഴ്ത്തുപാട്ട് മാറ്റിവെച്ച് കണ്ണു തുറന്നു നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒന്നുണ്ട്. കടന്നുപോയത് രാജ്യം പിന്നോട്ടടിച്ച 9 വർഷങ്ങളാണ്. ഭയവും വിനാശവും വിതച്ച കാലഘട്ടം. കുത്തക മുതലാളിമാർ മാത്രം നേട്ടമുണ്ടാക്കിയ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി മാറിയ കാലഘട്ടം. രാജ്യം കടക്കണിയിലായ കാലം. വൈവിധ്യങ്ങളാൽ സമ്പന്നമായിരുന്ന രാജ്യം ഭിന്നിപ്പിന്റെ ആഴങ്ങളിൽ അകപ്പെട്ട കാലം. രൂപയ്ക്ക് വിലയില്ലാതായ കാലം. തൊഴിൽ യുവജനങ്ങൾക്ക് സ്വപ്നം മാത്രമായി മാറിയ കാലം. ചുരുക്കത്തിൽ കടന്നുപോയ 9 വർഷങ്ങൾ ഇരുൾ മൂടിയ കാലമായിരുന്നു എന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ വസ്തുതാപരമായി കണക്കുകൾ നിരത്തി തന്നെ വിശദീകരിക്കാം. ആർക്കും പരിശോധിക്കുകയുമാവാം. 2014 ജൂണിൽ ഇന്ത്യയുടെ കടബാധ്യത 54,90,763 കോടി രൂപ. 2019 1,01,30,000 കോടി രൂപ. 2023 മാർച്ച് വരെ 1,55,77,000 കോടി രൂപ. വിദേശ കടം 2014 മെയ്യിൽ 36,900 കോടി ഡോളർ. 2023 വിദേശ കടം 62,300 കോടി ഡോളറായി വർദ്ധിച്ചിരിക്കുന്നു. 2014 ഡോളർ രൂപ മൂല്യം 58.92 രൂപ. 2019 അത് 69.84 രൂപയായി. 2023 മെയ് 27 82.56 രൂപ. ചുരുക്കത്തിൽ രാജ്യം കടക്കണിയിലും രൂപയുടെ മൂല്യത്തിലുണ്ടായത് വൻ ഇടിവും. 2014 ഗ്യാസ് സിലിണ്ടറിന് വില 410 രൂപ. 2023 1112 രൂപ 50 പൈസ. വർധനവ് 3 ഇരട്ടി. 2014 ക്രൂഡ് ഓയിൽ വില ബാരലിന് 93.17 ഡോളർ. പെട്രോൾ വില ലിറ്ററിന് 80 രൂപ 11 പൈസ. ഡീസലിന് 66.14. 2023 മെയ്യിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് 73.35 ഡോളർ. പെട്രോൾ വില ലിറ്ററിന് 106 രൂപ 31 പൈസ. ഡീസൽ വില 94 രൂപ 77 പൈസ. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും ഇന്ധന വില കൂടുന്നു എന്നർത്ഥം. 2014 പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 55. 2019 102. 2022 116 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 107. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ് പട്ടിണി സൂചികയിൽ 107ാമതെത്തിയത്. അഭിമാനിക്കാം നമുക്ക്. രാജ്യത്തെ സാധാരണക്കാരൻ പട്ടിണി കിടക്കുമ്പോഴും രാജ്യത്ത് വളർന്ന മറ്റൊരു കൂട്ടരുണ്ട്, ശതകോടീശ്വരന്മാർ. 2013 56 ശതകോടീശ്വരന്മാരുണ്ടായിരുന്നത് മോദി ഭരണത്തിൽ 166ആയി. സാധാരണക്കാരൻ പട്ടിണി കിടന്നാലെന്താ, ശതകോടീശ്വരന്മാരെ ഓർത്ത് അഭിമാനിക്കൂ എന്നാണ് പരിവാറണികളുടെ തള്ള്. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം വ്യാപകമായി. മണിപ്പൂർ സംഘർഷഭൂമിയായി. തൊഴിലില്ലായ്മ 45 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സ്ഥിതിയിൽ. മോദി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെയാണ് രാജ്യത്തിന്റെ അവസ്ഥ. മോദി പ്രഭാവം എന്നത് ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു എന്ന് ജനം തിരിച്ചറിയുന്നു. മോദി പ്രഭാവം മങ്ങി തുടങ്ങിയെന്ന് BJP തന്നെ ആശങ്കപ്പെടുന്നു. രാജ്യത്ത് പ്രാദേശിക കക്ഷികളടക്കം മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യനിര ശക്തി പ്രാപിക്കുന്നു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പരകാല പ്രഭാകറുടെ വാക്കുകൾ കടമെടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. 2024 മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ ദുരന്തമാവും. ഈ ചിന്തയും തിരിച്ചറിവും രാജ്യത്ത് വളർന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.